എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. അങ്കണവാടി വർക്കർമാർ, ഹെൽപ്പർമാർക്ക് ക്ഷേമനിധി പെൻഷൻ ഉണ്ട്. അത് ഒരു 1500, 2000 രൂപ അല്ലെങ്കിൽ 2500 രൂപ വരെയാണ് പെൻഷൻ ഉള്ളത്. പലർക്കും പല റേറ്റിലാണ് വരുന്നത്, ക്ഷേമനിധിയിൽ അടയ്ക്കുന്ന തുക അനുസരിച്ച്. വർക്കർമാർക്ക് ഉള്ളതിൻ്റെ കുറവ് കുറച്ചൊരു 10, 25, 30% കുറച്ചായിരിക്കും ഹെൽപ്പർമാർക്കുണ്ടാവുക. എന്നാൽ 2017 3/7/2014 സാമൂഹ്യനീതി വകുപ്പ് ബി വകുപ്പിൽ നിന്നൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉത്തരവെന്ന് പറയുന്നത് ഉത്തരവ് നമ്പർ 333/24/B2/2014 സാമൂഹ്യനീതി വകുപ്പ് സാനീവ മലയാളത്തിൽ എഴുതുമ്പോൾ അതിൽ പറയുന്ന പ്രകാരം അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന ജീവനക്കാർക്ക് അങ്കണവാടി പെൻഷൻ കിട്ടുകയാണെങ്കിലും മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കിട്ടാൻ അർഹതയുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ അങ്ങനെ ആർക്കും കൊടുക്കുന്നില്ല. ഇനി ചിലയിടത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും തുക കുറച്ചാണ് കൊടുക്കുന്നത്. അതിനകത്ത് 1 ലക്ഷം രൂപയുടെ ഒരു വരുമാന പരിധിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തായാലും സാമൂഹ്യക്ഷേമ നീതി വകുപ്പിൽ നിന്നിറങ്ങിയിട്ടുള്ള ഈ ഉത്തരവ് പ്രകാരം ഉത്തരവ് കൊടുക്കുന്നില്ല, പണം കൊടുക്കുന്നില്ല എന്നൊരു പരാതി വ്യാപകമായിട്ട് അങ്കണവാടി വർക്കർ ആൻഡ് ഹെൽപ്പർമാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. തീർച്ചയായും അത് പരിശോധിക്കപ്പെടണം. അപ്പോൾ CDPമാരും പിന്നെ അതുപോലെ തന്നെ സൂപ്പർവൈസർമാരും ലീഡർമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർക്ക് അതിനുശേഷം 2018 എന്തോ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉത്തരവുണ്ടെങ്കിൽ ദയവായി അതും കൂടി ശ്രദ്ധയിൽപ്പെടുത്തണം. അല്ലെങ്കിൽ എന്തായാലും ഈ ഉത്തരവുകൾ വെച്ച് തീർച്ചയായും കൊടുക്കണം. അല്ല, ഇനി 2018 ഉത്തരവും കൂടെ വെച്ചും കോംപ്ലിക്കേറ്റഡ് ആണ്, കൊടുക്കേണ്ടതെന്നാണെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ് സാമൂഹ്യനീതി വകുപ്പ് ഇതിനകത്ത്, ക്ഷേമ വകുപ്പ് ഇതിനകത്ത് സീരിയസ് ആയി ഇടപെടണം. ക്ഷേമനിധി ബോർഡ് ഇടപെടണം. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം 12,000 രൂപയാണ് കിട്ടുന്നത്. അവരുടെ വീട്ടിൽ രോഗവും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ സാമൂഹ്യ വിധവയായിരിക്കും, വികലാംഗിയായിരിക്കും, മറ്റേതെങ്കിലുമൊക്കെ നിലയിലുള്ള പെൻഷൻ കിട്ടുന്നവരുള്ള ആനുകൂല്യം കിട്ടുന്നവരായിരിക്കും. അത് അവർക്ക് കൂടി വാങ്ങാനുള്ളൊരു അവസരം കൊടുക്കുക. ഇവിടെ കൂലി അല്ലെങ്കിൽ പെൻഷൻ കൂട്ടി പോലും കൊടുക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് വാങ്ങാൻ ഒരവസരം കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2014 ഉത്തരവ് നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. ആ ഉത്തരവ് ആവശ്യമായ ആ ഉത്തരവനുസരിച്ച് കൊടുക്കാൻ പറ്റാത്ത ഉത്തരവാണ് 2018 ഇറങ്ങിയിട്ടുള്ളെങ്കിൽ ആ ഉത്തരവുകൾ ഭേദഗതി ചെയ്യണം. എന്തായാലും നിർബന്ധമായും സാമൂഹ്യക്ഷേമ പെൻഷൻ കൂടി വാങ്ങാൻ, ഏതെങ്കിലും 1-2 പെൻഷൻ കൂടി വാങ്ങാനുള്ള അവസരം, ഒരു 5000 രൂപ പ്രതിമാസം കിട്ടത്തക്ക നിലയിലുള്ള ഒരു സംവിധാനം ഇത് കൂട്ടുന്നതിന് വേണം. അപ്പോൾ ഒരു 5000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ആ നിലയിലൊരു പെൻഷൻ സ്കീം കൃത്യമായി ഉണ്ടാകണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും 10-66,000 ആളുകൾ ഉണ്ട് പെൻഷൻ പറ്റാൻ. 66,000 പേർ വർക്ക് ചെയ്യുന്നപ്പോൾ അവർ പെൻഷൻ പറ്റാനുണ്ട്. പെൻഷൻ പറ്റിയ ഒത്തിരിയധികം ആളുകളുണ്ട്. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യത്തിൻ്റെ 79ാം വർഷത്തിൽ അങ്കണവാടി തുടങ്ങിയതിൻ്റെ 50ാം വർഷത്തിൽ പെൻഷൻകാരുടെ ഇത്തരം കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുമെന്ന് തന്നെ കരുതാം. തീർച്ചയായും സാമൂഹ്യക്ഷേമ വകുപ്പ് ഒരു വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡയറക്ടർ ഒരു വനിത കൂടിയാണ്, ഹരിത IAS. അതുകൊണ്ട് തീർച്ചയായിട്ടും വനിതകൾ നടത്തുന്ന ഈ സംവിധാനത്തിൽ തീർച്ചയായിട്ടും വനിതകളുടെ ദുഃഖം മനസ്സിലാകുമെന്ന് കരുതുന്നു. 62 വയസ്സ് വരെ ജോലി ചെയ്തതിന് ശേഷം, വയസ്സായതിനു ശേഷം ഭർത്താവും ഭാര്യയും മക്കളൊക്കെ ഉണ്ടെങ്കിൽ 10,000-2000 രൂപ കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആലോചിക്കണം. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയാണ്. തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ഈ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ കൂടി വാങ്ങിക്കൊടുക്കുന്നതിനുള്ള ശ്രമം സാമൂഹ്യനീതി വകുപ്പിൽ നിന്നുണ്ടാകട്ടെ.